ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിൽ ഹാശ ആഴ്ചയിലെ മർമ്മപ്രധാനമായ ഒരു ദിവസമാണല്ലോ ദുഃഖവെള്ളിയാഴ്ച. നമ്മുടെ നോമ്പുപവാസങ്ങളിൽ കർത്താവിനോട് ഏറ്റവും കൂടുതൽ നമ്മൾ താദാത്മ്യപ്പെടുന്ന ഒരു ആഴ്ചയാണ് പീഡാനുഭവവാരം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ നമുക്ക് ആഴത്തിൽ ലയിച്ചു ചേരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്ന ഒരു ദിവസം, വലിയ വെള്ളിയാഴ്ചയുടെ അനുഭവം. ആദാമിൻ്റെ വീഴ്ചയിൽ നിന്ന് മനുഷ്യകുലത്തിൻ്റെ വീഴ്ചയായി അതിനെ കണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ മനുഷ്യാവതാരം ചെയ്ത് നമ്മെ ദൈവികരാക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ജനിക്കുകയും പീഡാനുഭവത്തിലൂടെ, മരണത്തിലൂടെ, പുനരുത്ഥാനത്തിലൂടെ നമുക്ക് വീണ്ടും ഒരു ജീവൻ്റെ അനുഭവവും അവസ്ഥയും ഉണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വിധിക്കുകയും തുടർന്ന് അവനെ ഗോകുൽത്തായിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ക്രൂശിക്കുകയും സന്ധ്യയാകുമ്പോൾ വിലാപ്പുറത്ത് കുത്തി അവൻ്റെ ജീവൻ പോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് പ്രവചനങ്ങളെല്ലാം നിറവേറി അങ്ങനെ നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകിയ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. ആ വലിയ വെള്ളിയാഴ്ചയുടെ നിമിഷം നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് താദാത്മ്യപ്പെട്ടുകൊണ്ട് അനുതാപത്തോടുകൂടി ആ നിമിഷങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനുള്ളവരാണെന്നും കർത്താവിൻ്റെ സഹോദരങ്ങളായി, പിതാവാം ദൈവത്തിൻ്റെ മക്കളായി, പരിശുദ്ധാത്മ പ്രേരിതമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം യേശുക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്തതിലൂടെ നമുക്ക് ലഭിച്ചുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഗോകുൽത്തായിൽ വെച്ച് കർത്താവ് ജീവൻ വെടിയുമ്പോൾ സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണം അവിടെ അവസാനിക്കുമ്പോൾ അവനിൽ നിന്ന് ഇറ്റുവീണ വെള്ളവും രക്തവും പാതാളത്തിലുണ്ടായിരുന്ന ആദാമിൻ്റെ വായിലേക്ക് വീണു എന്ന് പ്രൊമിയൻ സദ്രാകളിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെ നമ്മുടെ മരണത്തിന് അവസാനം വന്നിരിക്കുന്നു. നമ്മൾ പുനരുത്ഥാനത്തിന്, നിത്യജീവന് അവകാശികളായിത്തീരുന്ന ഈ അനുഭവത്തിൽ നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവുമെല്ലാം അപ്രകാരം നിത്യജീവനെ പ്രാപിക്കുവാൻ, മരണമില്ലായ്മയെ പ്രാപിക്കുവാൻ ഒരുക്കമുള്ളവരാകണം എന്ന് ഈ വലിയ വെള്ളിയാഴ്ച നമുക്ക് തരുന്ന ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ നമ്മൾ അനുതാപത്തോടും ആത്മവിവശതയോടും കൂടി അതിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ സജീവമായി നമ്മളെപ്പോഴും ദൈവത്തിൽ തന്നെ നിലകൊള്ളുന്നു എന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം അങ്ങനെ ഒരുക്കപ്പെട്ട ഒരു ജീവിതത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ കർത്താവ് നമ്മെ സ്വാതന്ത്ര്യം തന്നു എന്നുള്ളതും ഇത്തരണത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് വിശാലമായി സുവിശേഷങ്ങളിൽ പറയുമ്പോൾ, പിതാക്കന്മാർ അതിനുള്ള വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ, തലമുറകളും പരമ്പരകളും പാരമ്പര്യങ്ങളുമെല്ലാം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ സ്വന്തം ജീവനെ ബലി നൽകി 3-ാം ദിവസം അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം ജീവിതത്തിൽ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.